ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ അടുത്ത ദശകം എന്ന് തുടങ്ങുന്നു. ആറാമത്തെ ദശകത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ശരീരം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു തരുന്നതാണ്. 14 ലോകങ്ങളെയും ഭഗവാന്റെ ശരീരത്തിൽ ദർശിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ആദ്യത്തെ 3 ശ്ലോകം ദശകം 6 പറയുന്നത്. എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് 6ാം ദശകം അത് തുടങ്ങാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. വന്ദേ ഗുരു പരമ്പരാം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. ഗണേശായ നമ, സരസ്വതി നമ. 6ാം ദശകത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് പറഞ്ഞാൽ ആ ഒരു ശരീരം മുഴുവൻ നമുക്ക് 14 ലോകങ്ങളായിട്ട് ദർശിക്കാൻ കഴിയും. അങ്ങനെ ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഈ ഒരു 6ാം ദശകം ഭഗവാന്റെ ശരീരത്തിൽ തന്നെ 14 ലോകങ്ങളെയും നമുക്ക് ദർശിക്കാൻ പാകത്തിൽ വിവരിച്ചു തരുന്ന മേൽപ്പത്തൂരിനെ നമസ്കരിക്കാം. ശ്ലോകം 1, 2, 3 ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ശ്ലോകം 2. ജംഗേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബര അംഗനാഭർവക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണി. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തോ ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈർ അപ്യന്യൈർനിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഒന്നും കൂടെ നോക്കാം. ശ്ലോകം 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഭഗവാന്റെ ശരീരത്തിൽ 14 ലോകങ്ങളെയും നമുക്ക് വിവരിച്ചു തരുന്നതാണ് ഈ ഒരു ദശകം 6 തന്നെ. അങ്ങനെയാവുമ്പോൾ അതിൽ ആദ്യത്തെ ശ്ലോകം 1 ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം പാതാളം എന്ന ലോകമാണ് എന്നും, അതുപോലെ പുറവടികൾ, ആ പാദത്തിൻ്റെ ആ ഒരു പുറവടി ഭാഗം ഉണ്ടല്ലോ, അത് രസാതലത്തെ കാണിക്കുന്നു എന്നും, നെരിയാണികൾ മഹാതലത്തെ കാണിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ ആ ഒരു വാക്കുകളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ അദ്ഭുതാത്മൻ, അദ്ഭുത ആത്മാവായവനെ ഈശ്വര ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് അത് പറയുന്നത്. ഈശ്വരനായവനെ ഏവം ഇപ്രകാരം ചതുർദശ ജഗന്മയത ഗതസ്യ 14 ലോകങ്ങളുടെയും സ്വരൂപത്തെ പ്രാപിച്ച തവ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദതലം, പാദങ്ങളുടെ അടിഭാഗം, പാതാളം വദന്തി, അതിനെ നമ്മൾ പാതാളം എന്ന ലോകമായിട്ട് പറയുന്നു. ദേവ അല്ലയോ ഭഗവാനെ, ഭഗവാന്റെ പാദോർധ്വദേശം, പാദങ്ങളുടെ മേൽഭാഗം, പാദങ്ങളുടെ അടിഭാഗം പാതാളമാണെങ്കിൽ അതിൻ്റെ മേൽഭാഗം രസാതലം വദന്തി, രസാതലം എന്ന് പറയപ്പെടുന്നു, വദന്തി പറയുന്നു. ഗുൽഫദ്വയം 2 നെരിയാണികൾ, അതിന് മുകളിൽ മഹാതലം ഖലു, മഹാതലം എന്നത്രേ പറയുന്നത്. അതായത് ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രകാരം 14 ലോകങ്ങളായി നമ്മുടെ മുമ്പിൽ രൂപം പൂണ്ട് നിൽക്കുന്ന ഭഗവാനിൽ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണാം. അതായത് പാദങ്ങളുടെ അടിഭാഗം പാതാളമെന്നും, അതുപോലെ ലീലാസക്തനായ ദേവ ഭഗവാന്റെ പാദങ്ങളുടെ പുറവടികൾ, അതിനെ രസാതലം എന്ന് പറയുന്നു, നെരിയാണികളെ മഹാതലം എന്നും പറയുന്നു.
അതുപോലെ ശ്ലോകം 2 നോക്കാം. ജംഗേ തലാതലമതോ സുതലം ച ജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബ അംബരം അംഗനാഭർ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണി. ഇവിടെ ചക്രപാണി എന്നുള്ള ഒരു സംബോധനയാണുള്ളത്. അതായത് ജഗത്തിനെ രക്ഷിക്കുന്ന സുദർശന ചക്രം കയ്യിലേന്തിയ, ഏതു പ്രയാസത്തെയും സുദർശന ചക്രം കൊണ്ട് നേരിടുന്ന ഭഗവാൻ ആ പ്രപഞ്ചചക്രത്തെയാണ്, ആ സുദർശന ചക്രത്തെ പ്രപഞ്ചചക്രമായിട്ട് തന്നെ പറയുന്നു. ആ പ്രപഞ്ചമാകുന്ന ചക്രത്തെ കയ്യിലേന്തിയ ഭഗവാൻ ഈ കാലചക്രത്തെ ഭ്രമണം ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയാണോ സുദർശന ചക്രം കറങ്ങുന്നത്, അതുപോലെ കാലചക്രത്തെ ഭഗവാൻ ഭ്രമണം ചെയ്യിപ്പിക്കുന്നു. അതുമൂലമാണ് അത്രേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ, അതിൻ്റെ അനുസ്യൂതമായ പ്രവർത്തനം, അത് എവിടെയും തടസ്സമില്ലാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവർത്തനം, സൃഷ്ടിയും സ്ഥിതിയും ലയവും, അത് ഒരു ചക്രമായിട്ട് തന്നെ അതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണഭൂതനാണ് ഭഗവാൻ എന്നും ഇത് ഈ ഒരു ശ്ലോകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അതിൽ പറയുന്നത് ഭഗവാന്റെ മുഴങ്കാൽ എന്ന് പറയുന്നത് തലാതലം എന്നും 2 മുട്ട് ജംഗേ എന്ന് പറയും. അത് സുതലമായിട്ട് പറയുന്നു. 2 തുടകൾ അതലവും വിതലവുമാണ്. അതുപോലെ അരക്കെട്ട് ഭൂലോകം എന്ന് പറയുന്നുണ്ട്. പുക്കിൾക്കുഴി എന്ന് പറയുന്നത് ആകാശത്തെ കാണിക്കുന്നു. അതുപോലെ വക്ഷസ് സ്വർലോകത്തെ കാണിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ അംഗ എന്നും ചക്രപാണി എന്നും പറയുന്നു. അപ്പോൾ ചക്രപാണി ആയ ഭഗവാനെ കയ്യിൽ സുദർശന ചക്രം ധരിച്ച ഭഗവാനെ, അപ്പോൾ ഒരു സംബോധന, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സംബോധനയാണിത്. അതുപോലെ തന്നെ അംഗ എന്ന് പറയുന്നതും ഒരു സംബോധനയായിട്ടാണ്. ചക്രപാണി എന്ന് പറയുമ്പോൾ ആ ഒരു ഭഗവാൻ കയ്യിൽ സുദർശന ചക്രം ഏന്തിയ എന്നുള്ള അർത്ഥമാണ്. അധോ അനന്തരം തവ ജംഗേ, ഭഗവാന്റെ ആ മുഴങ്കാലുകൾ, ജംഗേ മുഴങ്കാലുകൾ തലാതലം എന്ന ലോകമാണ്, മുഴങ്കാലുകൾ തലാതലം എന്ന ലോകമാണ് എന്നും, ജാനു സുതലം, ജാനു മുട്ടുകൾ, 2 കാൽമുട്ടുകളും സുതലം എന്ന ലോകമായിട്ടും, അതുപോലെ കിഞ്ച പിന്നീട്, ഊരു ഭാഗ യുഗളം, ഉരുക്കൾ എന്ന് പറയുമ്പോൾ തുടകളാണ്, 2 തുടകൾ, യുഗളം എന്ന് പറയുമ്പോൾ 2 എന്നുള്ള അർത്ഥമാണ്. ഊരുഭാഗയുഗളം തുടകളുടെ 2 ഭാഗവും, വിതല തലേദ്വേ, വിതലം എന്നും അതലം എന്ന 2 ലോകങ്ങളായും, ജഘനം ക്ഷോണീതലം, അരക്കെട്ടിൻ്റെ മുൻഭാഗം ക്ഷോണീതലം. അപ്പോൾ അരക്കെട്ട് ഭൂലോകമായിട്ടാണ് പറയുന്നത്, ക്ഷോണീതലം, ക്ഷോണി ഭൂമി. നാഭി അംബരം, പൊക്കിൾ ആകാശമായിട്ട് പറയുന്നു, ആകാശമാണ് നാഭി, ആകാശമായിട്ടും ഭൂവർലോകമായും പറയുന്നു. വക്ഷ ശക്രനിലയ വക്ഷസ് ശക്രനിലയമായിട്ടും ഭവിക്കുന്നു. അതായത് ശക്രനിലയം എന്ന് പറയുമ്പോൾ സ്വർലോകം. അങ്ങനെ ചക്രപാണി എന്ന സംബോധന ജഗത്തിനെ രക്ഷിക്കുന്ന ഭഗവാൻ, സുദർശനം കയ്യിലേന്തിയ ഭഗവാൻ ഈ ചക്രത്തെ ഭ്രമണം ചെയ്യിക്കുന്നത് മൂലമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പ്രവർത്തനം അനുസ്യൂതം നടക്കുന്നത് എന്നും, അതിൻ്റെ ആവർത്തനത്തിന് കാരണഭൂതൻ ഭഗവാൻ തന്നെയാണ് എന്നും ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ 2ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി ശ്ലോകം 3 നോക്കാം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈർ അപ്യനൈർ നിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ കഴുത്ത് മഹർലോകമെന്നും മുഖം ജനലോകമായിട്ടും ഫാലം അല്ലെങ്കിൽ നെറ്റിത്തടം തപോലോകമെന്നും ശിരസ് സത്യലോകമെന്നും. അപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ അടിഭാഗം പാതാളം എന്ന് പറഞ്ഞു, അവിടെ നിന്ന് ഇപ്പോൾ വന്നിട്ട് ശിരസ് സത്യലോകം, അവിടം വരെ എത്തിയിരിക്കുന്ന അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ പാദം തൊട്ട് കേശാദിപാദം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ആ ഒരു പാദം തൊട്ട് ശിരസ് വരെയുള്ള ഭാഗങ്ങൾ 14 ലോകങ്ങളായിട്ട് ചിത്രീകരിക്കുന്നു ഇവിടെ. അപ്പോൾ എന്താണ് ഗ്രീവ എന്ന് പറയുന്നത് കഴുത്താണ്,
സമസ്തമയസ്യ തവ, സമസ്തമയനായ ഭഗവാൻ നിന്തിരുവടി അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഗ്രീവ കഴുത്ത് മഹർലോകമാണ്. മഹർലോകം എന്നാണ് കഴുത്തിന് പറയുന്നത്. മുഖം ജനലോകമായിട്ടും ഭാലം തു തപ, നെറ്റിത്തടമാകട്ടെ തപോലോകവും, സത്യം ച, ശിരസ് സത്യലോകമായിട്ടും ഭവിക്കുന്നു. ജഗന്മയ തനു ഭഗവൻ, ജഗന്മയ തനുവായിട്ടുള്ള ഭഗവാനെ ഏവം ഇപ്രകാരം ജഗത് ആശ്രിതൈർ അന്യൈരപി, ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവയാലും നിബന്ധ വപുഷേ, നിബന്ധമായ വപുസോടുകൂടി ഉള്ള ഭഗവാനെ തേ നമ, അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ എന്താ പറയുന്നത്, ഭഗവാന്റെ കഴുത്ത് ഗ്രീവ എന്ന് പറയുന്ന കഴുത്ത് മഹർലോകമായിട്ടും, മുഖം ജനലോകമായിട്ടും, നെറ്റി തപോലോകമായിട്ടും, ശിരസ് സത്യലോകമായിട്ടും വർണ്ണിക്കുന്ന ഈ ഒരു ശ്ലോകത്തിൽ, അതായത് ജഗത്ത് തന്നെ, ഈ ഒരു ജഗത്ത് തന്നെ, ഈ ഒരു പ്രപഞ്ചം തന്നെ ഈശ്വരനായിട്ട്, അതായത് ശരീരമായിട്ടുള്ള ഭഗവാനെ ഇപ്രകാരം ജഗത്തിനെ ആശ്രയിക്കുന്ന മറ്റുള്ളവയാലും നിബന്ധമായ വപസ്സോടുകൂടിയ ഭഗവാൻ ഗുരുവായൂരപ്പന് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ 14 ലോകങ്ങളുടെ ഭഗവാന്റെ ലോകങ്ങളെ 14 ലോകങ്ങളെ ഭഗവാന്റെ അവയവങ്ങളായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭഗവാനെ കാണാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനവും അതിനെ നിയന്ത്രിക്കുന്ന ഒരു അനന്ത ബോധശക്തിയാണ് ഭഗവാൻ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാം എങ്ങനെ നടക്കണം, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും എങ്ങനെ നടക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും ഓരോന്നും വളരെ വ്യക്തതയോടും വളരെ എല്ലാം, ഇതൊക്കെ സാധാരണ ആർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു ഭഗവാനുണ്ട് എന്നുള്ളത് അവിടെ നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലതരം തിയറികളുണ്ട്, എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം, അതുപോലെ ബിഗ് ബാങ് തിയറിയൊക്കെ. അപ്പോൾ ഒരു പൊട്ടിത്തെറിയിലൂടെയൊക്കെ, ഒരു വലിയ ശബ്ദത്തിലൂടെയൊക്കെ ഈ കാണുന്ന ഗോളങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഭാഗവതം പോലുള്ള മഹദ്ഗ്രന്ഥങ്ങൾ തരുന്ന ആ ഒരു സൃഷ്ടിയും എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്, അതൊക്കെ ഇനി വളരെ വിശദമായിട്ട് ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഭാഗവതത്തിലെ സംഗ്രഹമാണല്ലോ ഇവിടെ നാരായണീയം. ഭാഗവതം തന്നെ വളരെ നമുക്ക് മേൽപ്പത്തൂർ എന്ന് പറയുന്ന ഒരു മഹാഗുരു ഭാഗവതത്തെ വളരെ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തന്നു. അപ്പോൾ വേദവ്യാസനാണല്ലോ ഭാഗവതം രചിച്ചത് 18ാമത്തെ പുരാണമായിട്ട്. ആ ഒരു 18ാമത്തെ പുരാണം തന്നെ വളരെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ 100 ദശകങ്ങളിലായിട്ടും 1036ഓളം ശ്ലോകങ്ങളായിട്ടും നമുക്ക് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വേദവ്യാസൻ്റെ തന്നെ അവതാരമാണ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നു. അപ്പോൾ ആ മഹാത്മ്യത്തിലൊക്കെ അത് പറയുന്നുണ്ട്, നാരായണീയ മഹാത്മ്യത്തിലൊക്കെ. അപ്പോൾ ബ്രഹ്മചൈതന്യത്തെ തന്നെ, ബ്രഹ്മത്തെ തന്നെ, സാക്ഷാത് ബ്രഹ്മത്തെ തന്നെ ദർശിക്കാമെന്ന് നാരായണീയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് പറയുന്നുണ്ട്. തത്താവത്ബാധി സാക്ഷാത് ഗുരു പവനപുരേ ഹന്തഭാഗ്യം ജനാന. അപ്പോൾ ആ ബ്രഹ്മചൈതന്യത്തെ തന്നെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ കാണുന്നു എന്നും ആ ഒരു വലിയ അറിവ് നമുക്ക് തരുന്ന മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ നമിക്കാം. അതുപോലെ തന്നെ ഈ നാരായണീയം ലൗകികരായിട്ടുള്ള ഭക്തരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. കാരണം ഒരു ലൗകികമായ ഈ സംസാരത്തിൽ പലതരം ദുഃഖ ദുരിതങ്ങളിലിരിക്കുമ്പോൾ എങ്ങനെ അവരിൽ ഭക്തി വളർത്തിക്കൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാനെ എങ്ങനെ ആ ഭഗവാനിൽ ഭക്തി വളർത്താമെന്നും ആ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എല്ലാവരെയും അതുപോലെ എല്ലാ ഭക്തരെയും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മേൽപ്പത്തൂർ നിർവഹിക്കുന്നത്. അങ്ങനെ ആ ഒരു
അതിലത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശകമാണ് ദശകം 6. കാരണം ഇവിടെ ഭഗവാന്റെ ശരീരത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നു. 14 ലോകങ്ങളെയും നമ്മളിപ്പോൾ 3 ശ്ലോകങ്ങളിലായിട്ട് 6-ാം ദശകത്തിൽ കാണുന്നു. അപ്പോൾ ഇത്രയും ഭാഗം മഹാഗുരുവിന് സമർപ്പിക്കുന്നു. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ.